അടിമാലി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഈ മാസം 7, 8 തീയതികളിൽ നടക്കും. 7-ന് കായിക മത്സരങ്ങളും 8-ന് കലാമത്സരങ്ങളും അരങ്ങേറും. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിക്കും. യുവജനങ്ങളുടെ കായിക കലാപരമായ കഴിവുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേദിയൊരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലും കേരളോത്സവം നടക്കുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം ഈ മാസം 7, 8 തീയതികളിൽ നടക്കും. 7-ന് കായിക മത്സരങ്ങളും 8-ന് കലാമത്സരങ്ങളും നടക്കും. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിക്കും. അടിമാലി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 7, 8 തീയതികളിൽ വളരെ വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 7-ാം തീയതി ഫുട്ബോൾ മത്സരങ്ങളും അതുപോലെ തന്നെ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും എല്ലാം സംഘടിപ്പിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. 7-ാം തീയതി ഫുട്ബോൾ മത്സരങ്ങൾ ദേവിയ സ്കൂൾ ഗ്രൗണ്ടിലും, ബാഡ്മിന്റൺ മത്സരങ്ങൾ എയ്സ് ബാഡ്മിന്റൺ അക്കാദമി ചാറ്റുപാറയിലും, അതുപോലെ ക്രിക്കറ്റ് മത്സരങ്ങൾ മങ്ങാങ്കാല MB കോളേജ് ഗ്രൗണ്ടിലുമാണ് ആലോചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കലാമത്സരങ്ങൾ 8-ാം തീയതി ഗ്രാമപഞ്ചായത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാവരും ഈ നാട്ടിലെ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരും ഇതിന്റെ ഭാഗമാകണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 7-ന് കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കും. ക്രിക്കറ്റ് മത്സരങ്ങൾ MB കോളേജ് ഗ്രൗണ്ടിലും, ഫുട്ബോൾ മത്സരങ്ങൾ 10-ാം മൈലിലും, ബാഡ്മിന്റൺ മത്സരങ്ങൾ ചാറ്റുപാറയിലും നടക്കും. മറ്റിതര കായിക മത്സരങ്ങൾ സർക്കാർ ഹൈസ്കൂൾ മൈതാനിയിൽ നടക്കും. കലാമത്സരങ്ങൾ 8-ന് ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലും നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. എല്ലാ ആളുകളുടെയും സഹകരണം കേരളോത്സവ നടത്തിപ്പിനുണ്ടാകണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.